തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട്. പ്രതികളുടെ വാഹനം അന്വേഷണ സംഘം പിന്തുടർന്ന വിവരം ബന്ധുവായ കടക്കൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ കൈമാറിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സിഐ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇയാൾക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് രംഗത്തുവന്നു. പ്രതികൾക്ക് മാർക്സിസ്റ്റ് ബന്ധം ആരോപിച്ച് ബിന്ദു കൃഷ്ണ വിഷയത്തിൽ വനിതാ കമ്മീഷൻ ഇടപെടാത്തതിലും വിമർശനമുന്നയിച്ചു. ഐശ്വര്യാനിലിന്റെ റിപ്പോർട്ട് കാണാം. തിരുവല്ല വണ്ടിത്തടത്തെ ഷഹാനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പ്രതികളെ സഹായിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഈ പ്രതികളെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത് തിരുവല്ലം CI ആണ്. ഈ പ്രതികളെ സഹായിച്ച ഉദ്യോഗസ്ഥൻ, ആ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികളുടെ ബന്ധു കൂടിയാണ്. പ്രതികളുടെ വാഹനം അന്വേഷണ സംഘം പിന്തുടർന്ന വിവരമാണ് ഈ പ്രതികൾക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചോർത്തി നൽകിയത്. കടക്കൽ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണിത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രതികൾ ഒളിവിലാണ്, ഒപ്പം സംസ്ഥാനത്തേക്ക് പുറത്തേക്ക് കടന്നുവെന്ന വിവരവും പോലീസിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി പോലീസ് അന്വേഷണം വ്യാപിക്കുകയാണ്. ഇതിനിടെ പ്രതികളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. ഒപ്പം ഒളിവിൽ പോയ വാഹനമടക്കം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൃത്യമായി പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ മറുവശത്ത് പോലീസിനെതിരെ വലിയ ആരോപണം, അതായത് ഇത്തരത്തിൽ ഈ ഷഹാനയുടെ ഭർത്താവ് നൌഫലിനെതിരെയും നൌഫലിന്റെ ഉമ്മയ്ക്കെതിരെയും ഒക്കെ കേസെടുത്ത്, അതായത് അവരെ പ്രതി ചേർത്തിട്ടും അവരെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. ഇന്ന് തിരുവല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസ് അടക്കം മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കഴിഞ്ഞ ഡിസംബർ 26-നാണ് ഷഹാനയെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ 3 മാസമായി ഷഹാന സ്വന്തം വീട്ടിൽ കഴിയുകയായിരുന്നു. അതിനു മുൻപ്, അതായത് 3 മാസം വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഷഹാനയുടെ ഭർത്താവിന്റെ ഭാഗത്തുനിന്നും ഭർത്തൃമാതാവിന്റെ ഭാഗത്തു നിന്നും പീഡനം അനുഭവിച്ചതായി ഷഹാനയുടെ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ ആരോപണം ഈ തുടക്കം മുതൽ ഷഹാനയുടെ മരണത്തിന് പിന്നാലെ ഈ കുടുംബം മുന്നോട്ട് വച്ചിരുന്നു. ഷഹാനയുടെ കുടുംബം മുന്നോട്ട് വച്ചിരുന്നു. ഈ ഡിസംബർ 26-ന് നൌഫലിന്റെ, അതായത് ഷഹാനയുടെ ഭർത്താവ് നൌഫലിന്റെ സഹോദരപുത്രന്റെ പിറന്നാൾ ആഘോഷമായിരുന്നു. ആ ആഘോഷത്തിനായി ഈ ഷഹാനയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതിന് പിന്നാലെയായിരുന്നു ഷഹാനയുടെ ആത്മഹത്യ.